നമസ്കാരം. നടുവേദന അത് പരിഹരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഒരു അയവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. എല്ലാവരും നോക്കി ചെയ്യുക. ഓക്കെ, ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് നടുവേദന. ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പ്രയാസം, കിടന്നിട്ട് എഴുന്നേക്കാൻ പ്രയാസം. അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. അപ്പോൾ കാരണങ്ങളൊന്നും നോക്കി നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഏതിനും നമുക്ക് ഈ കുറച്ച് എക്സസൈസ് ചെയ്താൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, നമുക്ക് ആവശ്യം എന്താണ്? നമ്മുടെ നട്ടെല്ലിൻ്റെ ഇരുവശത്തുമുള്ള മസിൽസിനെ സ്ട്രോങ് ആക്കുക, അതായത് നല്ല ബലപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കഴിയാവുന്ന രീതി ചെയ്യാം, പ്രായത്തിനൊക്കെ അനുസരിച്ച്. ഓക്കെ, ഇപ്പോൾ ചെറുപ്പക്കാരിലൊക്കെ നടുവേദന കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആർക്കായാലും നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇരുന്ന് ആദ്യം കേൾക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ കുത്തി റിലാക്സ് ചെയ്തിരിക്കുക, നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുക. കാല് വേണമെങ്കിൽ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കുക. ഈ നടുവേദനയുള്ള ഒരു പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വല്ല പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ വല്ല ജപത്തിനോ ഒക്കെ പോകുമ്പോഴൊക്കെ ഒരിക്കലും ഇങ്ങനെ കുത്തനെ ഇരിക്കരുത്. ഒന്നുകിൽ ചാരി ഇരിക്കുക, അല്ലെങ്കിൽ കസേര ഇരിക്കുക. കുത്തനെ ഇരുന്ന് നമ്മുടെ ഈഗോ കാണിക്കേണ്ട കാര്യമില്ല. എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ബലം പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇരുന്നാൽ നടുവേദനയുള്ളവർക്കാണെങ്കിൽ കൂടും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ എക്സസൈസ് ചെയ്യുക. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? പതിയെ ഒരു വശത്തേക്കൊന്ന് ചരിഞ്ഞിട്ട് കിടക്കണം. കേട്ടോ, എപ്പോഴും നടുവേദനയുള്ള ഒരു കട്ടിലേക്ക് കിടക്കുമ്പോഴാണെങ്കിലും ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ കൈ തറയെ കുത്തുക, ഈ കൈയും കുത്തുക. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക. കണ്ടോ, ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കിടന്നിട്ട് പതിയെ ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം പതിയെ ഇങ്ങനെ മലർന്ന് കിടക്കണം. കണ്ടോ, മലർന്നിങ്ങനെ കിടക്കുക. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യുക. കാലുകളിങ്ങനെ ചേർത്ത് വയ്ക്കുക, കൈകളിങ്ങനെ കോർത്ത് പിടിക്കുക. എന്നിട്ട് ഇതാ നേരെ പുറകോട്ടിങ്ങനെ ഒന്ന് നീട്ടി വലിക്കണം. കണ്ടോ, സ്ട്രെച്ച് ചെയ്യണം, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം. നമ്മുടെ നട്ടെല്ലിലെ ഓരോ കശേരുക്കളെയും പിടിച്ച് വലിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഡിസ്ക് കംപ്ലൈൻ്റൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും. ഇവിടെ വലിക്കുമ്പോൾ കയ്യിൽ പിടിച്ചൊരാൾ കയ്യിലേക്ക് വലിക്കുന്ന പോലെയും കാലിൽ പിടിച്ചൊരാൾ കാലിൻ്റെ ഭാഗത്തേക്ക് വലിക്കുന്ന പോലെയും ഒരു തോന്നലുണ്ടാവണം. നല്ല സ്ട്രെച്ച് കിട്ടണം. ഓക്കെ, അതിനുശേഷം പതിയെ കൈകളിങ്ങനെ കൊണ്ടുവരിക. കൈകളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കാലുകൾ രണ്ടും മടക്കി ഇങ്ങനെ വയ്ക്കണം. കണ്ടോ, കാലുകൾ ഇത്രയും മടക്കി ഇങ്ങനെ വെച്ചിട്ട് കൈകൾ രണ്ടും തലയുടെ താഴെ ഇങ്ങനെ കൊടുക്കുക. അതല്ലെങ്കിൽ രണ്ട് വശങ്ങളിലേക്കായിട്ട് ഇങ്ങനെ വയ്ക്കുക. ഏതാണോ കംഫർട്ടുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ വയ്ക്കുക. എനിക്ക് ഇതാണ് കൂടുതൽ കംഫർട്ട്, ഇങ്ങനെ ഞാൻ വെച്ചു. എന്നിട്ട് ഇതാ രണ്ട് കാലുകളെയും ഒരു വശത്തേക്ക് കൊണ്ടുപോവുക. കണ്ടോ, തറയിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കുക. നമുക്ക് സുഖകരമായ രീതി വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തല മറുവശത്തേക്ക് പോകണം. അതായത് നട്ടെല്ലിനെ നമ്മളൊന്ന് പിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നട്ടെല്ലിനെ ഒന്ന് ആയാസം ഇല്ലാത്ത രീതിയിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. എന്നിട്ട് നേരെ കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ ഇപ്പുറത്തേക്കും പോകണം. അപ്പോൾ തല മറുവശത്തേക്ക് പോകണം. കണ്ടോ, ഇങ്ങനെ തുടക്കത്തിൽ വളരെ ലൈറ്റായിട്ട് വളരെ സാവധാനം ചെയ്യണം. നടുവേദനയുള്ളവർ പ്രത്യേകിച്ച് വളരെ സാവധാനം ശ്രദ്ധയോടെ ചെയ്യണം. ഓക്കെ, നമുക്കിതൊരു 10 ചെയ്താലോ? ഇതാ, കമോൺ, ഇതാ 1 2 3. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര സ്പീഡ് വേണമെന്നില്ല. 4, കമോൺ, 5 6 7 8 9, ലാസ്റ്റ് 1 10. ഓക്കെ, അത് കഴിഞ്ഞിട്ടൊന്ന് നേരെ നിൽക്കുക. എന്നിട്ട് ഈ കാലിങ്ങനെ വൈഡായിട്ട് വയ്ക്കണം. കണ്ടോ, എൻ്റെ കാൽപാദങ്ങൾ രണ്ടും ഇപ്പം മാറ്റിൻ്റെ എഡ്ജിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ കണ്ടോ, രണ്ട് കാലുകളെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഇപ്പുറത്തേക്കും കൊണ്ടുവരിക. കാണാമല്ലോ, ശ്രദ്ധയോടെ ചെയ്യണം. ചെയ്യാം, 10 ചെയ്യാം. റെഡി, കമോൺ. 1 2 3 4 5 6 7 8 9, ലാസ്റ്റ് 1 10. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് കാലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ കാലെടുത്ത് ഈ കാലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിടുക. കണ്ട, എന്നിട്ട് രണ്ട് കാലുകളെയും വലത് ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതായത് വലത് കാലുകൊണ്ട് ഇടത് കാലിനെ താഴോട്ട് താത്തുന്നത് പോലെ. അതായത് എത്ര പറ്റുമോ അത്ര മാത്രം പോയാൽ മതി. മാക്സിമം ഇങ്ങനെ താത്തി കൊടുക്കുക. കണ്ട, എന്നിട്ട് തിരിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. ഇവിടെ അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴും തല ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം. കാണാമല്ലോ, ഇത് ചെയ്യാം. റെഡി, ഒരു 10 ചെയ്യാം. ഇതാക്കാമോ? 1 2 3 4 5 6
7, 8, 9, ലാസ്റ്റ് 10. ഓക്കെ, ഇനി അത് കാല് മാറ്റി ചെയ്യുക. ഇപ്പുറത്ത് വയ്ക്കണം, ഈ കാലെടുത്ത് ഇപ്പുറത്തിടുക. എന്നിട്ട് ഇതുപോലെ ആദ്യം ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8, 9, ലാസ്റ്റ് 1, 10. ഓക്കെ, പതിയെ നേരെ വയ്ക്കുക. കാലുകൾ നേരെ വെച്ചിട്ട് നമ്മളിത് ചെയ്ത് വരുമ്പോൾ അങ്ങോട്ടും ഊർന്നു പോകും. അപ്പോൾ നേരെ വന്ന് കിടക്കുക, അങ്ങനെ കിടക്കുക. എന്നിട്ട് ഇനി ഈ വലത് കാലെടുത്ത് വലതിൻ്റെ പാദം, ഈ കാലിൻ്റെ പാദം മാത്രം ഇടത് തുടയുടെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് ഈ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ആട്ടി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇവിടെയൊക്കെ ഈ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസ് എന്ന് പറയുന്നത് തുടയുടെ പിന്നിലുള്ള മസിലൊക്കെ ലൂസാവുകയാണ് ചെയ്യുന്നത്. അത് വളരെ ഗുണം ചെയ്യും. നടുവേദനയൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഏറ്റവും നല്ലതാണ്. ചെയ്തുകൊണ്ടിരിക്കുക. റെഡി, ചെയ്യാം. കമോൺ, കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ആ കാല് താഴെ വയ്ക്കുക, മറ്റേ കാലെടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ കേട്ടോ, ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഈ കൈ കൊണ്ട് തള്ളി കൊടുക്കുക. ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഈ കൈകൾ തറയിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് കാൽപാദങ്ങൾ തറയിൽ, ബാക്കി ഭാഗങ്ങൾ മുഴുവനും തറയിൽ തന്നെ വെച്ചിട്ട് അരക്കെട്ട് മാത്രം മുകളിലേക്ക് പൊക്കണം. കണ്ടോ, നടുവേദന മാറാൻ ഏറ്റവും നല്ല എക്സസൈസാണ് ഇത്. തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ് മാറാനും നല്ലതാണ്. കണ്ടോ, ഇങ്ങനെ പൊക്കി നിർത്തുക. കണ്ടോ, എന്നിട്ട് താഴേക്ക് കൊണ്ടുവരാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. റെഡിയല്ലേ? കമോൺ, 10 ചെയ്യാം. 1, 2, 3, 4, 5, ശ്രദ്ധയോടെ ചെയ്യുക. 6, 7, കമോൺ, 8, 9, ലാസ്റ്റ് 1, 10. കണ്ടോ, സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ഈ കൈകൾ രണ്ടും ബട്ടക്സ് സൈഡിലേക്ക് വയ്ക്കണം. കണ്ടോ, ബട്ടക്സ് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് 2 കാലും ഇങ്ങനെ മടക്കി വെച്ചു. ഒരു കാല് മാത്രം തറയിലേക്ക് ഇങ്ങനെ നീട്ടി വെച്ചു. കണ്ടോ, എന്നിട്ട് ഈ കാല് മടക്കിയിട്ട് ഇങ്ങനെ വയറിലേക്ക് കൊണ്ടുവരാം. വളരെ ജെൻറ്റിലായിട്ട് കൊണ്ടുവരണം. നമ്മൾ ഒരു തിരക്കും കൂട്ടണ്ട, ഇങ്ങനെ ചെയ്യാം. റെഡിയല്ലേ? ചെയ്യാം. കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി മറ്റേ കാലം കൊണ്ട് ചെയ്യുക. നീട്ടി ഇങ്ങനെ പിടിക്കുക. കണ്ട, 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓക്കെ, ഫൈൻ. ഇനി അങ്ങനെ എൻ്റെ കൈ അവിടെ തന്നെ വെച്ചോളുക. ഈ കാല് തറയിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഉണ്ടോ, ഈ കാല് മടക്കിയാണ് വെച്ചിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ കാല് മാക്സിമം ഇങ്ങനെ പൊക്കുക. ഇങ്ങനെ ഈ കാല് പൊങ്ങുമ്പോൾ നമ്മുടെ അടിവയറിന് നല്ല ബലം കൊടുക്കണം. ഈ വയറിന് നല്ല ടൈറ്റാക്കി കൊണ്ടുവേണം പൊക്കാനായിട്ട്. ഈ വെറുതെ കാലിങ്ങനെ പൊക്കിയാൽ പോരാ. ഇങ്ങനെ അബ്ഡോമൻ ടൈറ്റ് ചെയ്യുക. ഉണ്ടാ, ടൈറ്റ് ചെയ്തിട്ട് വേണം കാല് പൊക്കാനായിട്ട്. എന്നിട്ട് തറയെ കൊണ്ടുവന്ന് തൊടാതെ പൊക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ തറയെ വെച്ചിട്ടും ഓരോ തവണയും പൊക്കാം. ഓക്കെ, 10 ചെയ്യാം. കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, ലാസ്റ്റ് 10. ആ കാല് മടക്കി വയ്ക്കുക. മറ്റേ കാല് ഇതുപോലെ തറയിലേക്ക് നീട്ടി പിടിക്കുക. ചെയ്യാം. 10. കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, ലാസ്റ്റ് 10. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് കാലുകൾ ഇങ്ങനെ മുന്നോട്ട് 2 കാലും മുന്നോട്ട് നിട്ടിരിക്കുക. കൈ ബട്ടക്സിനടി തന്നെ വേണം, നിർബന്ധമാണ്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ലെഗ് റൈസ്. വലത് ഇടത് കാലുകളെ മാറി മാറി ഇങ്ങനെ പൊക്കണം. അപ്പോൾ ഇവിടെയും വയറിൻ്റെ ബലം പ്രത്യേകം ശ്രദ്ധിക്കണം. റെഡി? കമോൺ.
1 2 3 4 5 6 7 8 9 ലാസ്റ്റ് 10. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത് കാലുകൾ രണ്ടും ഇങ്ങനെ മടക്കി വയ്ക്കുക. വീണ്ടും കൈകൾ ബട്ടക്സ് സൈഡിൽ നിന്ന് റിലീസ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത ആ ബ്രിഡ്ജ് പോസ്, അരക്കെട്ടിന് മുകളിലേക്ക് പൊക്കിയില്ലേ, അതിന് പറയുന്നത് കന്ദരാസനം അല്ലെങ്കിൽ ബ്രിഡ്ജ് പോസ് എന്ന് പറയുന്നത്. പാലം പോലെ അതൊന്ന് ചെയ്യണം. റെഡി? അപ്പോൾ ഈ ക്രമത്തിൽ തന്നെ ചെയ്യണം. വീഡിയോ നോക്കിയിട്ട് അതേ രീതി തന്നെ ചെയ്യണം. റെഡി? കമോൺ, പൊക്കാം. ഇങ്ങനെ പൊക്കുക. കണ്ടോ? അരക്കെട്ട് മാക്സിമം പൊക്കി നിർത്തുക, താഴ്ത്തുക. കമോൺ, 1 2 3 4 5 6 7 8 9 ലാസ്റ്റ് 1 10. ഓക്കെ, ഈസി ആയിട്ട് കിടക്കാം. അടുത്തത് ഇങ്ങനെ തന്നെ കിടന്നിട്ട് ഒരു കാല് മാത്രം ഇങ്ങനെ മടക്കിയെടുക്കണം. കണ്ടോ? കൈകൾ കൊണ്ട് ഇങ്ങനെ കോർത്ത് പിടിക്കുക. എന്നിട്ട് അതിനെ ആ കാലിൻ്റെ തുടയെ വയറിനോട് മാക്സിമം ചേർക്കുക. കണ്ടോ? തല പൊക്കരുത്. നടുവേനുള്ളവർ യാതൊരു കാരണവശാലും തല പൊക്കി നോക്കരുത്. കാരണം ഇങ്ങനൊരു എക്സസൈസ് ഉണ്ട്, ഇങ്ങനെ അല്ലേ, അത് ചെയ്യാൻ പാടില്ല. ഇത്രയും മതി. വയറിനോട് ചേർത്ത് ഇങ്ങനെ പിടിക്കുക. കമോൺ, 5 സെക്കൻഡ് വരെ ശ്വാസം എടുക്കുക, വിടുക. 5 4 3 2 1 മാക്സിമം ചേർത്തു. ഓക്കെ, ആ കാല് പതുക്കെ താഴെ വയ്ക്കുക. മറ്റേ കാല് ചെയ്യുക. കണ്ടോ? ചേർത്തിങ്ങനെ പിടിക്കുക, വയറിനോട് മാക്സിമം ചേർക്കുക. കമോൺ, ഞാൻ എണ്ണി തുടങ്ങാണ്. 5 4 3 2 1 പതിയെ പിടിവിടുക. ഓക്കെ, ഇനി രണ്ട് കാലും ഒരുമിച്ച് ഇങ്ങനെ എടുക്കണം. കണ്ടോ? ആ വയറ് കൂടുതലുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പിടിക്കാം, കാലിൻ്റെ അടിയിൽ കൂടെ പിടിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ പിടിക്കാം, ഞാൻ കാണിച്ച പോലെയും പിടിക്കാം. ഇങ്ങനെ ചേർക്കുക, വയറിനോട് ചേർത്ത് പിടിക്കുക. ചേർത്ത് ഇങ്ങനെ പിടിക്കുക, ഒന്ന് വിട്ടു കൊടുക്കുക, വീണ്ടും ചേർക്കുക, വിട്ടു കൊടുക്കുക. ശ്രദ്ധയോടെ ചെയ്യണം. ഇങ്ങനെ 5 തവണ ചെയ്യാം. റെഡി? കമ്മൺ. 1 2 3 4 5. ഓക്കെ, പതുക്കെ താഴെ വയ്ക്കുക. ഒരിക്കൽ കൂടെ നമുക്ക് ആ ബ്രിഡ്ജ് പോസ് ചെയ്യണം, കന്ദരാസനം ചെയ്യണം. റെഡി? കമ്മൺ. കൈകളിങ്ങനെ മലർത്തിയിടുക, അരക്കെട്ടിനെ പൊക്കി കൊടുക്കുക. കണ്ടോ? പൊക്കുക, 10 തവണ ചെയ്യാം. റെഡി? കമ്മൺ. 1 2 3 കമ്മൺ 4 5 6 7 8 9 ലാസ്റ്റ് 1 10. ഓക്കെ, ഇനി അവിടുന്ന് പതുക്കെ ഒന്ന് എഴുന്നേക്കണം. നമ്മൾ എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെ എഴുന്നേക്കണം. വളരെ ശ്രദ്ധയോടുകൂടി എഴുന്നേൽക്കുക. ഇങ്ങനെ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് പോകണ്ട, അവിടെ തന്നെ ഒന്ന് കമഴ്ന്ന് കിടക്കുക. ഇങ്ങനെ ഇത് കണ്ട, ഇങ്ങനെ കമഴ്ന്ന് കിടക്കുക. കമഴ്ന്ന് കിടക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ മടക്കി വയ്ക്കുക, മറ്റേ കൈ മടക്കി വയ്ക്കുക. എന്നിട്ട് നെറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെ കവിളോ ഇങ്ങനെ വെച്ച് കിടക്കുക. റിലാക്സ്. നേരത്തെ പറഞ്ഞു നമുക്ക് നട്ടെല്ലിനാണ് പൂർണ്ണ വിശ്രമം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സുഖമായ രീതിയിൽ കിടക്കുക. ഇങ്ങനെ കാലുകൾ എങ്ങനെ വെള്ളം വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. ഏതാണോ നിങ്ങൾക്ക് സുഖം കിട്ടുന്നത് അങ്ങനെ വയ്ക്കാം. ഇവിടെ നമുക്ക് ആവശ്യം നട്ടെല്ലിന് പരിപൂർണ്ണ വിശ്രമമാണ്. നമ്മൾ ഈ കാര്യത്തിൽ, നടുവേദന മാറുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നടുവേദനയ്ക്ക് ആശ്വാസം കിട്ടുന്ന കാര്യത്തിൽ തിരക്ക് കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല. വളരെ ശ്രദ്ധയോടെ സാവധാനം ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാകും. ഒരുപാട് പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കിടന്നു. ഒരു 5-10 സെക്കൻഡ് അങ്ങനെ കിടന്നു. എന്നിട്ട് അവസാനം പതുക്കെ കാലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് കൈപ്പത്തികൾ രണ്ടും നെഞ്ചിനേറ്റ് വശവും വയ്ക്കുക. നെറ്റി തറയത്തോട്ട് വയ്ക്കുക. ഇതിന് പറയുന്നത് ഭുജംഗാസനം എന്നാണ്. ഇങ്ങനെ കൈ ഊന്നിക്കൊണ്ട്, കൈകളിൽ ഊന്നിക്കൊണ്ട് തല ഉയർത്തി. ഇത്രയും മതി. ഇങ്ങനെ ഫുള്ള് നിവരരുത്. ഫുള്ള് നിവർന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാതെ വരും. ഓക്കെ, ഇത്രയും മതി. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. കണ്ടോ? അങ്ങനെ ഒരു 10 എണ്ണം ചെയ്യാം. റെഡി? കമോൺ. 1 റിലാക്സ് ചെയ്ത് ചെയ്യുക. 2 കമോൺ 3 4 5 ഈസി 6
7, come on, 8, 9, last one, 10. ഓക്കെ, അവിടുന്ന് പതുക്കെ ഇങ്ങനെ വരിക. ഇതാ 4 കാലിൽ പൂച്ച ഒക്കെ നിൽക്കുന്ന പോലെ, മൃഗങ്ങൾ നിൽക്കുന്ന പോലെ വരിക. ഓക്കെ, ഇങ്ങനെ നിന്നിട്ട് കൈകളിങ്ങനെ ഊന്നിക്കൊണ്ട് ഈ നടുവ് ഒന്ന് പതുക്കെ താഴോട്ട് കുഴിക്കുക, തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. ആ സമയം വയറൊന്ന് ചുരുക്കി പിടിക്കുക ഉള്ളിലേക്ക്. ആ നട്ടലിൻ്റെ ഇരുവശങ്ങളിലുള്ള മസിൽസിനെ ബലപ്പെടുത്തുകയാണ് നമ്മൾ. ഇങ്ങനെ നിൽക്കുക കുറച്ച് നേരം. 1, 2, 3, 4, 5. ഇനി നടുവേദനയുള്ളവർ അടുത്ത എക്സസൈസ് ചെയ്യരുതെന്ന് പറയാൻ കാര്യം ഇത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കാണും. ഇങ്ങനെ നിന്നിട്ട് അടുത്തതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഈ മുതുക് റാ പോലെ ആക്കുക. അങ്ങനെ ചെയ്യണ്ട, ഇത് മാത്രം ചെയ്താൽ മതി. ഇത് മാത്രം ചെയ്യാൻ ന്യൂട്രലാകുക. കണ്ട, സാധാരണ പോലെ വരിക. വീണ്ടും ന്യൂട്രൽ ഇങ്ങനെ വരിക. ആ ക്യാറ്റ് പൂച്ചയൊക്കെ എഴുന്നേറ്റ് പോകുന്ന കണ്ടിട്ടില്ല, അതേപോലെ വരിക. വീണ്ടും ന്യൂട്രലായാൽ മതി. ഈ ആക്ഷൻ വേണ്ടെന്നർത്ഥം. മനസ്സിലായില്ലേ? ഇങ്ങനെ നിൽക്കുക. ഓരോന്നും 10 സെക്കൻഡ് വീതം ചെയ്യുക. അടുത്തത് ഇങ്ങനെ തന്നെ നിന്നിട്ട് ഒരു കാല് മാത്രം ഇങ്ങനെ മാക്സിമം ഉയർത്തി പുറകോട്ട് നീട്ടി പിടിക്കുക. കണ്ട, 5 സെക്കൻഡ് ചെയ്യാം. 1, 2, 3, 4, 5. പതിയെ താഴെ വയ്ക്കുക. മറ്റേ കാലം അതുപോലെ തന്നെ നീട്ടുക. 1, 2, 3, 4, 5. ഇത് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ വീഡിയോ ഒരുപാട് വലുതാകാതിരിക്കാൻ വേണ്ടി കുറച്ചേ കാണിക്കുന്നുള്ളൂ. മനസ്സിലായോ? അടുത്തത് ഈ കാല്, വലത് കാലം നമ്മളിപ്പോൾ ഇങ്ങനെ നീട്ടിയില്ലേ, അതോടൊപ്പം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഇടത് കൈ കൂടെ നീട്ടി കൊടുക്കുക. കണ്ട, ഇങ്ങനെ 1, 2, 3, 4, 5. പതിയെ താഴേക്ക് വയ്ക്കുക. മറ്റേ കാല് ഇതുപോലെ നീട്ടുക. കണ്ട, ഇങ്ങനെ 1, 2, 3, 4, 5. ഓക്കെ, എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് റിലീസ് ചെയ്തിട്ട് നേരെ ഒരു വശത്തേക്ക് ചരിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ മലർന്നിങ്ങനെ കിടക്കുക. കേട്ടോ, ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് സുഖകരമായ രീതിയിൽ ശ്വാസം എടുത്തു വിടുക. ഇതിന് ശവാസനം എന്ന് പറയും. അത് 10-15 മിനിറ്റുള്ള വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് നേരം ഇങ്ങനെ വെറുതെ കിടക്കുക, മനസ്സിനെ ശാന്തമാക്കുക. നമ്മുടെ അനാവശ്യമായ ടെൻഷൻ, ആങ്സൈറ്റി, ഇതൊക്കെയാണ് ഒരു പരിധിവരെയൊക്കെ ഈ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. നടുവേദന പോലുള്ള, നമ്മൾ പറഞ്ഞാൽ അത് പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, പക്ഷേ സത്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായ ആങ്സൈറ്റിയും ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് അധികമാകരുത്, അതിനെ ലഘൂകരിക്കുക, അല്ലേ? അങ്ങനെ സുഖകരമായ രീതി കിടക്കുക. ഓക്കെ, അതിനുശേഷം കാലുകളൊന്നും ചേർത്ത് വെച്ചിട്ട് കൈകൾ കോർത്ത് പിന്നിലേക്ക് നീട്ടി വലിച്ച് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒരു വശത്തേക്ക് ചരിഞ്ഞിട്ട് പതിയെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി എഴുന്നേൽക്കണം. എഴുന്നേറ്റ് വരിക. നേരത്തെ പറഞ്ഞ പോലെ ചമ്രം പിടിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കുക. അതല്ല കാല് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കുക. എങ്ങനെയായാലും ഇരുന്നിട്ട് ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? പ്രഹർഷേണ അർത്ഥന, നമ്മളൊരു റിക്വസ്റ്റ് നടത്തുകയാണ്. അതായത് എല്ലാവിധ ആ ഒരു ബുദ്ധിമുട്ടുകളും, ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും മാറാനായിട്ട് ആ ഒരു ശക്തി എന്നോടൊപ്പം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് ആക്ച്വലി, അല്ലേ? നമ്മളത് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ആ ശക്തിയെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കെല്ലാം സുഖമാകും. ആ ശക്തിയോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ദൈവവിശ്വാസികളാണെങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സുഖമായി ജീവിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.